നിങ്ങൾ എന്താണ് മുഹമ്മദ് എന്ന് വിചാരിച്ചു? ഈ ഒരാൾക്ക് ഹലീമത്തു സാരിയെ കൊണ്ടുപോയി. ഹലീമത്തു സാരിയൊക്കെ പിന്നെ തൊഴാൻ പറ്റോ? എന്റെ പാൽ കൊടുത്തു, എന്നെ ഹലീമാന്റെ മുലയിൽ പാലില്ലടാ. തിരിച്ചാ മിന്നത്ത് ഈ കുട്ടി പാല് കുടിച്ചപ്പോൾ മറ്റേ കുട്ടിക്കും പാല് കിട്ടി. മുഹമ്മദിന്റെ മിന്നത്ത് പറയാൻ ആയതാ. മൊന കൊടുക്കാൻ മാത്രമേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ പരിന്ന് കാര്യക്കും കൊടുത്തു എന്ന് പറയാൻ ഹലീമ കഴിയൂല. ഹലീമാന്റെ വീട്ടിൽ മുഹമ്മദ് എന്ന മനുഷ്യനെത്തുമ്പോൾ ഉണങ്ങിക്കരിഞ്ഞിരുന്ന ഈത്തപ്പനകൾ ഹലീമത്തുന്നത് ഈ മനുഷ്യന്റെ മിന്നത്തിൽ നിന്ന്. സിനായി മരുഭൂമി അമേരിക്കൻ താല്പര്യമുള്ള ഒരു വിഭാഗം, ഒരു സയനിസ്റ്റ് വിഭാഗം പിടിച്ചെടുക്കാതെ ലോകം അവസാനിക്കുകയില്ല. അതൊക്കെ നടക്കും. അത് കഴിഞ്ഞാലേ മഹ്ദി പ്രത്യക്ഷപ്പെടും. അതൊക്കെ ഇനി നടക്കുന്നത്. ഇപ്പോൾ സിനായി ഉള്ളത് ആരുടെ കയ്യിലാണ്? ഈജിപ്തിൻ്റെ കയ്യിലാണ്. എന്നാൽ ഈജിപ്തിന് വല്ലാതെ താമസിയാതെ അത് നഷ്ടപ്പെടും. ഒക്കെ നടക്കും, എല്ലാം നടക്കും. فمن نوره الكونان منه تفجرات علوم جميع الرسل والكل يشرب فموسى وإبراهيم والروح كلهم توسل بالهادي الأمين فقربوا. പറഞ്ഞ് പൂർത്തിയാക്കിയില്ല. ഇവർ രണ്ടാളുമാണ് ആരക്കില്ല. അപ്പോൾ നബിയുടെ മേൽ ഒരു മിന്നത്ത് പറയാൻ ഒരാൾക്കില്ല. പിന്നെ നബി നിങ്ങളാ എതിരാളിയാണ്, ഞങ്ങൾ തന്നെ ശരിയാക്കിട്ടോ എന്ന് പിന്നെ നബിനോട് പറഞ്ഞൊരു പൗറ് നടിക്കാൻ ഒരു നബിക്കും അവിടെ ഇല്ല. ഇപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞാൽ ഈസാ നബിനേക്കാൾ വലിയ ആളല്ലേ? എന്ത് അള്ളാഹു തആലക്ക് ഈസാ നബിയെ പിന്നെ ഇറക്കിങ്ങാണ്ട് ദജ്ജാലിനെ കൊന്നൂടെ? അതെ, ഇബ്രാഹിം നബി ഇറക്കിയിട്ട് കൊന്നൂടെ? ഇബ്രാഹിം നബി ഇറക്കി കൊന്നൂടെ? എന്തേ? ഈസാ നബി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന പണ്ഡിതന്മാർ ഇന്ന് ലോകത്തുണ്ട്. പക്ഷെ അവസാനം വരുന്നുമുണ്ട്. അവൻ മരിച്ചിട്ടുണ്ട് എന്നാലും വരും, അങ്ങനെയുണ്ട്. അപ്പം മരിച്ചാലും വരാലോ, ഹയാത്താക്കാലോ. ആർക്ക്? അള്ളാഹു തആലക്ക്. എന്നിട്ട് ഇബ്രാഹിം നബി വന്നു. എന്ത്? അവസാനം 4 ആൾക്ക് മനുഷ്യരി പറഞ്ഞാലോ, അവസാനം ബാപ്പ ഇറങ്ങേണ്ടി വന്നു. ആ തന്തനെ അടങ്ങാറാക്കി. അത് മോശം വേണ്ട. ഈസാ നബിക്കും മഹ്ദി ഇമാമിനും മഹ്ശറിൽ ഒരിക്കലും ബൽപ്പത്തരമല്ല. ഇനി ഓല് 2 ആളോട് 4 ആളോട് പറഞ്ഞു, പിന്നെ ആ ദജ്ജാലിനെയൊക്കെ കൊന്നത് ഞങ്ങൾ 2 ആളോ, ഞാൻ ഈസയെ മറ്റേ മഹ്ദിയാ. അപ്പോൾ അപ്പുറത്തെ 3-4 കാര്യഗൗരവങ്ങളിലൊക്കെ 4 നമ്മളെ പഴയകാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ചേക്കുട്ടിയാക്കണ്ടേ, എന്ത് പറഞ്ഞാലും വർത്താനം പറയും. അങ്ങനത്തെ 4 ചേക്കുട്ടികളെക്കാരെ പോലത്തെ ആളുകൾ മഹ്ശറിൻ്റെ സൈഡിന് അതിലൊക്കെ ഇപ്പോൾ തന്നെ പറയാനുണ്ടോ? അവനാൻ്റെ വാപ്പാൻ്റെ ശത്രുക്കൾ അവനാൻ തന്നെ സൈഡാക്കണ്ട്. അതിലൊക്കെ നിങ്ങൾ ഇപ്പോൾ ഇതിലെ പറഞ്ഞു നടക്കണം. എന്തിനാ ഉണ്ടാവാനല്ലോ വയ്ക്കുമ്പോൾ? അപ്പോൾ വർത്താനമില്ല. അതാണ് ഒബറമ്പി പാടിതെറ്റി. ഒരാൾക്ക് നബിയുടെ മേൽ ഒരു വർത്താനം പറയാൻ അള്ളാഹു അധികാരം കൊടുക്കില്ല. ഈ ആൾക്കാകട്ടെ ഇതാരോടുള്ള ബാധ്യതയാണ്? ഉമ്മാനോട്. മറ്റേ മകനുമാണ്. ഉമ്മാക്ക് ഞാൻ എന്തെങ്കിലും ഏതായാലും ഗൾഫിൽ പോയി ഉമ്മാക്ക് വാസിലീനൊന്നും കൊണ്ടു കൊടുത്തിട്ടില്ല. ആര്? മറിയം ബീവിക്ക് ഒരു കാല് വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ സനബി വാസിലീൻ കൊണ്ടു കൊടുത്തു. അങ്ങനെയൊന്നും പറയാനോട്ടില്ലേ. പിന്നെ എന്തേള് ഉമ്മാക്ക്? ഉമ്മാൻ്റെ കുട്ടി ഉമ്മാൻ്റെ കുട്ടി വന്നല്ലോ മഹ്ശറി. ഞാൻ പിന്നെ എളാപ്പാൻ്റെ ഒരു ശത്രുണ്ട്, നിങ്ങൾക്കറിയാം? എനിക്കറിയാം, വലിയ കള്ളനല്ലേ. അത് ഞാൻ ശരിയാക്കി. എനിക്കറിയാം മോനെ, എൻ്റെ കുട്ടിയെ ശരിയൊന്നും അൽഹംദുലില്ലാ, എളാപ്പ വലിയൊരു മനുഷ്യനാണ്, നിങ്ങൾക്കറിയാലോ. ആയിക്കോട്ടെ. അതാരോടുള്ള ബാധ്യതയാണ്? ഉമ്മാനോട് ഭൈമ വർത്താനം പറയാനോട്ടില്ലേനും. മറ്റത് വാപ്പിയാണ്. ഈ ലോകത്ത് ഒരാൾക്ക് നബിയുടെ മേൽ ഒരു തരവ പറയാൻ അള്ളാഹു അവകാശം കൊടുക്കുന്നല്ല. ബദരീങ്ങൾക്കും പറയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ 10-300 ചില്ലാൻ ആളുണ്ടായതുകൊണ്ടല്ലേ. വേറുള്ള നബിമാരെ മേലൊക്കെ മഹ്ശറിലെത്തുമ്പോൾ പറയാലോ, നബിയെ നിങ്ങളെ തല്ലാൻ പിടിച്ചപ്പോൾ ഞങ്ങളല്ലേ ഒപ്പം കൂടി, അങ്ങനെയൊക്കെ പറയാം. നബിനോട് ബദരീങ്ങൾക്ക് വരെ പറയും. ബദരീങ്ങൾക്ക് പറ്റില്ല, പിന്നെ ആർക്കും പറ്റൂല. എന്തുകൊണ്ട്? അപ്പം മലക്കുകൾ 5000 മലക്കുകൾ വാങ്ങിയല്ലേ ബദറിൽ ജയിപ്പിച്ച നിങ്ങളോ? ഇത്ര വലുപ്പുണ്ടല്ലോ. ആകാശത്ത് ഞങ്ങൾ 5000 ആളുകൾ ബാളും കൊണ്ടുണ്ട് ഇറങ്ങിയിട്ട്
ഇവനെ അത്ര ജയിപ്പിച്ച് പോയ ഞങ്ങളെ പണി വയ്ക്കലും ബദരീങ്ങളെ മണ്ടിയിട്ട് സ്ഥലം മതിയാവും. ഇപ്പം നിങ്ങൾ അള്ളാഹു റസൂലിനെ ഏറ്റവും സഹായിച്ച കൂട്ടർ ആരാണ്? ആ ബദരീങ്ങൾക്ക് വരെ നബിയുടെ മേൽ മിന്നത്ത് പറയാൻ പറ്റൂല. ആണുങ്ങളുണ്ടെങ്കിൽ പറയടാ ഇതിനൊക്കെ ഒരു മറുപടി. മുഹമ്മദ് എന്ന മനുഷ്യൻ്റെ മേൽ ഇത്തരം ഒരു മിന്നത്ത് പറയാൻ ഈ ലോകത്തൊരാളെയും അള്ളാഹു സമ്മതിക്കൂല. അതാണ് മുഹമ്മദ്. അത് പിടിച്ചോ. അള്ളാഹിൻ്റെ മാണിക്കക്കല്ലാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു മാണിക്കക്കല്ലാണ് മുഹമ്മദ്. ഒരാൾക്കൊരു വർത്താനം പറയാൻ പറ്റൂല. വർത്താനം പറയാൻ അധികാരമല്ല. പെണ്ണുങ്ങൾക്കൊന്നും കിട്ടുന്ന ഭക്ഷണം മതിയാവണില്ല എന്ന അഭിപ്രായം. അങ്ങനെ പെണ്ണുങ്ങളൊക്കെ ഭക്ഷണം പോരാ അങ്ങനെ അഭിപ്രായം പറഞ്ഞു. അപ്പം സൂറത്ത് തൊലാക്കണ്ട് ഇറങ്ങി. പോയിക്കോട്ടെ 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 വിട്ടി 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 തൊലാക്കല് വിട്ടി നബിയെ വിട്ടി 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 ഒക്കെ പോയിക്കോട്ടെ. അപ്പൊ കാൽക്ക് വീണു. വിടണ്ട വിടണ്ട, ഞങ്ങൾ പോവില്ല. നബിന്റെ മേലൊരു മിന്നത്ത് പറയാൻ ഒരാളെ അല്ലാഹു സമ്മതിക്കുന്നു. അപ്പോൾ ഇറങ്ങിയതാണ് സൂറത്ത് തൊലാഖ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? തഹരീമ അല്ലെങ്കിൽ തൊലാഖ്, തഹരീമ അല്ലെങ്കിൽ തൊലാഖ്. മനസ്സിലാണ്ട് പറഞ്ഞു. എന്തേ കാര്യം? ഭാര്യമാർക്ക് കൊടുത്തത് പോരാ, കിട്ടണ മതിയാണില്ല എന്നൊരു അഭിപ്രായം. അപ്പോ അല്ലാഹു തആല വിട്ടോളി 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 പോട്ടെ. അപ്പൊ കാൽക്ക വീണു. ഞങ്ങളെ വിടരുത്, ഞങ്ങളെ വിടരുത്. അള്ളി റസൂലത്തിലെ എന്റെ വല്യമ്മ പറയാ, അള്ളി റസൂലത്താൽ അബൂജഹൽ പുറത്താണ്. എന്റെ വല്യമ്മാന്റെ മതം എന്താ അതിന്റെ അർത്ഥം അന്നും എനിക്കറിയില്ല, എന്നും എനിക്കറിയില്ല. വല്യമ്മ ഇടക്കിടക്ക് പറയും അള്ളി റസൂലത്താൽ അബൂജഹൽ പുറത്താണ്. ഇങ്ങനെ അപ്പൊ ചുരുക്കത്തിൽ ഇവർക്ക് ഞാനൊന്നും പറയാനില്ല. ഒരാൾ കാലൊടിച്ച് ഈ ലോകത്തൊരാളെയും നബിയുടെ മേൽ ഒരു മിന്നത്ത് പറയാൻ അല്ലാഹു തആല സമ്മതിക്കില്ല. ഒരാൾക്കുമില്ല, ഒരാൾക്കുമില്ല. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു, ഗർഭത്തിലേക്ക് ബാപ്പ മരിച്ചു. ഒരു മിന്നത്ത് പറയാൻ ഉണ്ടായിട്ടില്ല. എൻ്റെ കുട്ടിക്ക് ഒരു ഉടുപ്പ് ഞാൻ വാങ്ങിക്കൊണ്ടെന്ന് ഇട്ടുകൊടുത്തു, പറയണില്ല. ഒരു മിന്നത്ത് പറയാനില്ല. ഉമ്മായുടെ സുഖം ബാപ്പ അനുഭവിച്ചു എന്നതാണ് ഈ കുട്ടി ഉണ്ടാവുന്നത്. അതിലൊരു മിന്നത്ത് പറയാനില്ല. ഒരു ഉടുപ്പ് വാങ്ങിക്കണമെങ്കിൽ കൊടുത്തിക്കണമെങ്കിൽ ഒരു മിന്നത്ത്. മനസ്സിലാണ്ട് പറഞ്ഞത്. ഒരു മിന്നത്ത് പറയാൻ അല്ലാഹു ഒരാളെ വിട്ടില്ല, ഒരാളെ അല്ലാഹു തആല വിട്ടില്ല. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു, 8-ാമത്തെ വയസ്സിൽ വല്യപ്പ മരിച്ചു. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും. ഒരാൾ അവിടെ നടക്കും. ചിലപ്പോൾ മിക്കവാറും സമയത്ത് ബാപ്പ അവിടെ തന്നെ നടക്കും. അപ്പം ആ ബാപ്പാൻ്റെ അടുത്ത് നടക്കും. ബാപ്പാക്ക് എവിടെ നിന്ന് കിട്ടുന്ന ചില കാരക്ക മധു എന്തെങ്കിലും അതിന്നൊക്കെ കുട്ടി ഭക്ഷണം കഴിക്കും, ഇങ്ങനെ നടക്കും. പിന്നെ കുട്ടിക്ക് വല്യപ്പന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അബൂ താലിബിനെ ഏൽപ്പിക്കണേ. മുതലാളിയായ അബൂലാബ് അവിടെ ഉണ്ട്. അന്ന് അബൂലാബ് ഈ കൊലത്തൊന്നും ആയിട്ടില്ലല്ലോ. മുതലാളിയായ അബൂലാബിനെ ഏൽപ്പിച്ചോ? ഇല്ല. ധീരനായ ഹംസ ഉണ്ട്, ഏൽപ്പിച്ചോ? ഇല്ല. എന്ത്? പിന്നീട് ഒരിക്കൽ പറയാൻ അവസരം കൊടുത്തില്ല. എന്ത്? അബ്ദുള്ളാണ് മരിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങളെ ഇക്കാക്കാന്റെ ഭാര്യ ആമിന ഉമ്മണ്ട്, അതും മരിച്ചു. പിന്നെ ആരുമില്ലാതെ ഞങ്ങളൊക്കെ കൂടിയാണ് നോക്കിയെന്ന് പറയാൻ അവസരം ഉണ്ടായില്ല. അബൂ താലിബിനെ ഏൽപ്പിച്ച് അബൂ താലിബിന് സ്വന്തം മക്കൾക്കൊരു നിക്കർ തീർക്കാൻ കഴിയില്ല. അക്കുട്ടികളെയും ഈ മനുഷ്യൻ ആടുമേറ്റി പോച്ചു. അപ്പൊ പിന്നെ മിന്നത്ത് ഇവിടുന്ന് അങ്ങോട്ടാ. നിങ്ങൾ എന്താണ് മുഹമ്മദ് എന്ന് വിചാരിച്ചു? ഈ ഒരാൾക്ക് ഹലീമത്തു സാരിയെ കൊണ്ടുപോയി. ഹലീമത്തു സാരിയക്ക് പിന്നെ പറയാൻ പറ്റുമോ? എന്റെ പാൽ കൊടുത്തു, ഹലീമയുടെ മുളയിൽ പാലില്ലടാ. തിരിച്ചാ മിന്നത്ത്. ഈ കുട്ടി പാല് കുടിച്ചപ്പോൾ മറ്റേ കുട്ടിക്കും പാല് കിട്ടി. മുഹമ്മദിന്റെ മേൽ മിന്നത്ത് പറയാൻ ആരാ? മോനെ
മാത്രമേ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളൂ, ഞാൻ എൻ്റെ പെരീന്ന് കാരക്കയും കൊടുത്തു എന്ന് പറയാൻ ഹലീമക്ക് കഴിയൂല. ഹലീമാൻ്റെ വീട്ടിൽ മുഹമ്മദ് എന്ന മനുഷ്യനെത്തുമ്പോൾ ഉണങ്ങിക്കരിഞ്ഞിരുന്ന ഈത്തപ്പനകൾ ഹലീമത്തുന്നത് ഈ മനുഷ്യന്റെ മിന്നത്തിൽ നിന്ന്. അതാണ് മുഹമ്മദ്. മുഹമ്മദ് എന്ന ഒരാൾ ഇങ്ങനെ ഞാൻ ഉപകാരം ചെയ്തു കൊടുത്തു എന്ന് പറയാൻ അതാണ് മുഹമ്മദ്. ഈ ലോകത്തിൽ അങ്ങനെ ഒരാളില്ല, ഈ ലോകത്തൊരാക്കിന് കഴിയില്ല. കയ്യേ ഈ ലോകത്തൊരാൾക്ക് കയ്യേയില്ല, കയ്യന്നില്ല, ഈ ലോകത്തൊരാൾക്ക് കഴിയില്ല. മുഹമ്മദ് എന്ന മനുഷ്യന്റെ മേൽ അഭിമാനം പറയാൻ ഒരാൾ ഈ ലോകത്തില്ല. രണ്ടൊട്ടകം തൻ്റെ കച്ചവടക്കാരൻ രണ്ടൊട്ടകം താൻ മാനേജർക്ക് കൊടുത്തിരുന്നതിന് 4 ഒട്ടകം വേണമെന്ന് അബൂ ത്വാലിബ് വാദിച്ചു. കൊടുക്കാന്ന് പറഞ്ഞു. എന്നാ ഖദീജക്ക് പറയാൻ വഴിയോ? ഇതുകൊണ്ട് 4 ഒട്ടകേ പോയിട്ടുള്ളൂ. പക്ഷേ 10ഉം 20ഉം ഇരട്ടിയല്ല ലാഭം കിട്ടിയ ഈ ആളെ മാനേജറാക്കി പറഞ്ഞയച്ചപ്പോൾ. അത് പറഞ്ഞ മനസ്സിലായില്ല. തന്റെ മാനേജർക്ക് 2 ഒട്ടകം കൊടുക്കാറുണ്ടായിരുന്നു. ഒരു സിറിയൻ യാത്ര കഴിഞ്ഞ് കച്ചവടം ചെയ്ത് തിരിച്ചു വരുമ്പോൾ ഖദീജ എന്തു ചെയ്യും? തന്റെ മാനേജർക്ക് 2 ഒട്ടകം കൊടുക്കും. അത്തവണ മുഹമ്മദ് എന്ന ആളെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനേജറാക്കിയപ്പോൾ അബൂ ത്വാലിബ് വന്ന് ഖദീജയോട് പറഞ്ഞു, എൻ്റെ ഏട്ടന്റെ മകൻ മുഹമ്മദ് വിശ്വസനാ, നിനക്കറിയാലോ, മാനേജറാക്കാൻ നിനക്ക് താല്പര്യമുണ്ടെന്ന് ഞാൻ കേട്ടു. ആക്കാം, പക്ഷേ നിനക്കറിയാലോ ഒരു കള്ളത്തരം കാണിക്കൂല. എൻ്റെ കുട്ടിക്ക് 2 ഒട്ടകം മതിയാവൂല, 4 ഒട്ടകമാണ്. അന്നവിടെ 100 ഒട്ടകം എന്ന് അബൂ താലിബ് പറഞ്ഞാലും ആര് കൊടുക്കും? അതിൻ്റെ 100 ഇരട്ടി തിരിച്ചും കിട്ടുകയും ചെയ്തു. ഹലീമാക്ക് ഖദീജക്ക് ജീവിതത്തിൽ റളിയല്ലാഹു അൻഹ കഴിഞ്ഞുകൂടാനുള്ള മുതൽ മൊത്തം ഒരൊറ്റ യാത്ര കൊണ്ട് കിട്ടി. ആർക്ക്? പിന്നെ ഒരു യാത്രക്ക് ഖദീജ പറഞ്ഞയച്ചതുമില്ല. എന്തിന്? എൻ്റെ ആവശ്യമില്ല. പിന്നെ മരണം വരെ ഈ മുഹമ്മദ് എന്ന ആൾ കൊണ്ടുവന്ന ലാഭത്ത് നിന്നാണ് കഴിച്ചത്. ആര്? ഖദീജ. എന്താ ഒരു മിന്നത്ത് പറയാനില്ല, ഒരു മിന്നത്ത് പറയാനില്ല. ഒരാൾക്കുമില്ല. ഖദീജക്കുണ്ടോ? ഞാൻ നമ്മളെ ഭാര്യയില്ലേ? ഖദീജക്ക് വയസ്സെത്രയാണ്? ഈ ലോകം കൊണ്ട് ആദ്യം കൊതിക്കുന്നൊരു മനുഷ്യനെ ഏത് പെണ്ണിനുള്ളത്? ആർക്കുള്ളത്? ആയിഷക്കുണ്ടോ? റളിയല്ലാഹു അൻഹ. ആയിഷ, ഞാൻ വേറൊരാളെ കെട്ടുന്നതിന് മുമ്പ് ഞങ്ങളടുത്ത് വന്നില്ലെന്ന് പറയാനുണ്ടോ? എന്ത് കുട്ടി! ആ ഒരൊറ്റ സാമീപ്യം കൊണ്ട് 10 കൊല്ലം കൊണ്ട് ആലിമു അല്ലാമത്തിഹ ആലിമത്തുൽ അല്ലാമ ആലിമത്തുൽ ഉലമായി അഹ്ലു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിലെ പണ്ഡിതന്മാരുടെ പണ്ഡിതയാണ് ആര്? ഹത്താ തഅല്ലമ الشافعي والحنفي والحنبلي والمالكي من علومها. അവരെ ഇൽമിൽ നിന്നാണ് ആര് പഠിച്ചത്? ഷാഫി, ഹനഫി ഒക്കെ പഠിച്ചത്. അത്രയും വലിയ പണ്ഡിതയാക്കി കൊടുത്തു 10 കൊല്ലം കൊണ്ട്. ആര്? മുഹമ്മദ്. എന്താ പറയാനുള്ളത്? ഇങ്ങോട്ടല്ലേ ഉള്ളൂ, അങ്ങോട്ട് എന്താ ഉള്ളത്? മുഹമ്മദ് മുസ്തഫയുടെ മേൽ മിന്നത്ത് പറയാൻ അല്ലാഹു ഒരാളെയും വിട്ടിട്ടില്ല. ഒമന മുഹമ്മദിനെ ഓത്തിനയച്ചില്ല. ഒമിനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പിച്ചില്ല. ജീവിക്കൂലടാ. അതൊന്ന് കവിളിൽ ഇങ്ങനെ ഒന്ന് തൊട്ടൊഴിഞ്ഞിട്ട് മോനേന്ന് പറഞ്ഞാൽ അതൊരു ഇൻ്റെ കുട്ടിയായ കാലത്തൊന്നും ഇങ്ങനെ കാട്ടിയിട്ടില്ലേന്നെങ്കിലും പാപ്പാക്ക് പറയാലോ. അതിന് അവസരം കൊടുത്തില്ല. അല്ലാഹു മനസ്സിലാവും. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഈ മനുഷ്യൻ്റെ മേൽ ഞാൻ ഇന്നാലിന്നത് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ അള്ളാഹു ഒരാൾക്കും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. ജനിച്ച ദിവസം സുവൈബത്തുൽ അസ്ലമിയ ഓടി. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദോഷിയായ അബൂ ലഹബിന്റെ മനസ്സിലിട്ട് കൊടുത്തു, ആ പെണ്ണിനെ ഒഴിവാക്കി. ആ പെണ്ണിനെ ഒഴിവാക്കിയിട്ട് അയാൾക്ക് ഒരു നഷ്ടമില്ല. അയാൾക്ക് അങ്ങനെ അനവധി പെണ്ണുങ്ങൾ, അടിമ സ്ത്രീകളുണ്ട്, ഒരു നഷ്ടമില്ല.
കുടുംബപരമായി ഒരു സമ്മാനം കൊടുക്കൽ, ഒരു സന്തോഷ വാർത്ത അറിയിച്ചാൽ സമ്മാനം കൊടുക്കൽ, പ്രത്യേകിച്ച് ഖുറൈശികൾ തറവാട്ടുകാരാണ്, അവർക്ക് രീതിയാണ്. അപ്പോൾ ഓടിക്കതച്ച് പാഞ്ഞു വന്നതാണ് സുബൈബത്തുലസി. ഓക്ക് നട്ടുണ്ടായോ ഇല്ല, അവരൊറ്റ ഓട്ടം കൊണ്ട് അവളെ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രമായി കൊടുത്തു. കുട്ടിയെ നിങ്ങളാ അന്ന് ഞാൻ മണ്ടിയതാട്ടോ എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾക്ക് സ്വതന്ത്രമാവും ചെയ്തില്ല, തിരിച്ചറിയാം. പിന്നെ മുണ്ടൂല, കാരണം ഒരു നീളം മണ്ടിൽ നിന്നാണ് എന്തായി കിട്ടിയത്. ആർക്കടാ ഈ മനുഷ്യന് മേലെ ഇന്നത്തുള്ളത്? അത് പഠിക്കാതെ മൂമിനാവൂല. ഇജ് വെറുതെ ബത്തക്കവെള്ളം തിന്നാണ് തെറാവി സ്കെച്ചുകൊണ്ട് എൻ്റെ ഷുഗർ കൂടിയതല്ലാതെ എനിക്ക് വേറൊന്നും കിട്ടൂല. ഇജ് ബത്തക്ക വെള്ളം പേണ്ട തെറാവി സ്കരിക്കുക, ബത്തക്ക വെള്ളം തെറാവി സ്കാരം, അങ്ങനെ നടന്നോ. ബത്തക്ക വെള്ളം അങ്ങനെ പേന്തിക്കോ, തെറാവി അങ്ങനെ സ്കരിച്ചോ, ഷുഗർ കുറച്ച് കൂടിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. വേറൊരു കാര്യം എനിക്കില്ല. ഇജ് മുഹമ്മദിനെ പഠിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്കും മുഹമ്മദ് എന്ന മനുഷ്യന്റെ മേൽ മിന്നത്ത് പറയാൻ അള്ളാഹു സൗഫ്ത് അധികാരം കൊടുത്തിട്ടില്ല. ഇപ്പൊ മുസാദ് അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതൊന്നും അവൻ നോക്കി ഒരു മനുഷ്യനും ഇല്ല, ഒന്നുമില്ല, ക്ലോസ് ചെയ്തിരിക്കണ്. ബദരീങ്ങൾക്ക് പോലും ഇല്ലല്ലോ. അതിനു മുമ്പ് ആകാശത്തു നിന്നൊരു പട്ടാളത്തെ അള്ളാഹു ഭൂമിയിലേക്ക് ഒരു നബിയുടെ കാലത്തും ഇറക്കിയിട്ടില്ല. അപ്പോൾ ഓരോ നബിമാരുടെ കാലത്തും ആ നബിമാരുടെ കൗമാണ് സംരക്ഷിച്ചത്. എന്റെ കൂടെ വരി, മനസ്സിലായില്ലേ പറഞ്ഞത്? അവൻ ബദരീകളെ ആ 313 എന്നൊക്കെ പറയുമ്പോ പറയാ, അങ്ങനെ പറയാലോ. പറയുമ്പോ ഇപ്പൊ നമ്മളെ സ്ഥാനാർത്ഥിമാരുടെ കൂട്ടത്തിന് ഒരാൾ 2 ലക്ഷം 4 ലക്ഷം വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് ജയിച്ചു. 4 ലക്ഷം ഭൂരിപക്ഷത്തിനാണ് ഒരു മണ്ഡലത്തിൽ, ഒരു വോട്ടർമാരുടെ മണ്ഡലത്തിൽ 4 ലക്ഷം ഭൂരിപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥി ജയിച്ച് MLA ആയാൽ അവർ ഓരോ കടലാസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ബാപ്പ സെക്രട്ടേറിയറ്റ് നടക്കുമ്പോഴൊക്കെ MLA കാണും. MLA നമ്മളെ കടലാസ് ശരിയായിട്ടില്ല. പലവട്ടം നോക്കിയിട്ട് കടലാസ് ശരിയായി കിട്ടിയില്ല. അപ്പം മൂപ്പര് ചാടിക്കളിക്കും ആണ് വെക്കുക. നമ്മളും വോട്ട് ചെയ്തിട്ട് ഞങ്ങൾ ജയിച്ചു കിട്ടുമെന്ന് പറഞ്ഞാൽ എൻ്റെ അവിടെ ഉള്ളതാകെ 4 വോട്ടല്ലട ചങ്ങായി. അത് ചെയ്യുന്ന കുറച്ചാളറിഞ്ഞാലും മിന്നത്തില്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഇയാൾക്ക് 4 ലക്ഷം ഭൂരിപക്ഷമുള്ള സമയത്ത് ഇയാളെ 4 വോട്ട് എന്താ? അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്തെന്നാൽ, മിന്നത്ത് പറയാം. ഏതൊരു നബിക്ക് മേലും ജനതക്ക് മിന്നത്ത് പറയാം. മുഹമ്മദ് എന്ന ആളുടെ മേൽ ജനതക്ക് മിന്നത്ത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ആ ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് പട്ടാളത്തെ ഇറക്കി കൊടുത്തതായിരിക്കാം സുലാഖ. കാരണം ബദരീങ്ങൾക്ക് മിന്നത്ത് പറയാനില്ല. നമുക്കിങ്ങനെ ഒരു ചോറും പോത്തിൻ്റെ ഒക്കെ അറിയുമ്പോൾ തിന്നാണ്ട് നമുക്ക് പറയാം നല്ലതായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു ഒക്കെ പറയാം. അള്ളാഹു അവരുടെയൊക്കെ ദർജയേറ്റി കൊടുക്കട്ടെ. ആ വിഷയത്തിലേക്ക് തിരിച്ചു. അപ്പം ഒരാൾക്കും ഇല്ല, അള്ളാഹു അങ്ങോട്ട് തൗഫീഖ് കൊടുത്ത് അങ്ങോട്ട് അനുഗ്രഹിച്ചു. فمن نوره الكونان منه تفجرات علوم جميع الرسل فالكل يشرب فموسى وإبراهيم والروح كلهم توسل بالهادي الأمين فقربوا. മൂസാ നബി, ഇബ്രാഹിം നബിയും റൂഹുൽ അമീൻ ഈസാ നബിയും എല്ലാവരും തവസ്സല ബിൽ ഹാദിൽ അമീനായ മുഹമ്മദ് മുസ്തഫാനെ കൊണ്ട് തവസ്സുലാക്കിയപ്പോഴാണ് ഫഖുരിബു അവർ അള്ളാഹുലേക്ക് അടുപ്പിക്കപ്പെട്ടത്. ഹുവൽ കാമിലുൽ മഹ്മൂദു വസ്സുഉലു വൽ മുനാ വഅൻതൽ ഹബീബുൽ മുസ്തഫ വൽ മുഖറബു വഖദ് ശഹീദല്ലാഹുൽ അലീമു ബിഅന്നഹു عليم لخير الخلق خلق محب عليه ثم سلامه سلام ينقاد للعبد مطلب عليك صلاة الله في كل طرفة كذاك سلام مثل مسك وطيب عليه صلاة الله
ثم سلامه صلاة لنا كل المقامات تجلب عليه صلاة الله صلاة لنا بالمصطفى الجدب يقصب عليه صلاة الله تذكرت من هو للورى كلهم قوته وهم هاجر والمصطفى القرم ياقوت തദക്കർത്ത് മൻ ഹുവ ലിൽ വറാ കുല്ലിഹിം എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും വേണ്ടി വന്ന ഒരാളെ ഞാൻ ഓർത്തുപോയി. എല്ലാവർക്കും കൂത്താണ് ആ മനുഷ്യൻ. ആ നിലനിൽപ്പിൻ്റെ ഭക്ഷണം മുഹമ്മദാണ്. ഉഹും ഹജറുൻ പ്രപഞ്ചം മുഴുവനും കല്ലാണെങ്കിൽ വൽ മുസ്തഫൽ ഖർമു നേതാവായ മുഹമ്മദ് യാക്കൂത്തു മാണിക്ക കല്ലാണ്. ഈ പ്രപഞ്ചത്തിൽ മൊത്തം കല്ലാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ മുഹമ്മദ് മാണിക്ക കല്ലായിരിക്കും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം هو تجلي الذات بل هو عينها فملك العليم منها كرام ملكوت لذاك سرى والفرش موطئ نعليه ومن هيبة قد أنتنا عنه خليت പിന്നെ وسار يشق الحجب دون مزاحم ولا خادم إلا നടന്നു പോയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? യശുഖുൽ ഹുജുബ മറകളെല്ലാം മുറിച്ച് കടന്നുകൊണ്ട് ദൂന മുസാഹിമിൻ ഒരു തിക്കും തിരക്കുമില്ലാതെ ഒന്ന് തിക്കിത്തിരക്കാൻ വരെ അവിടെ ആളില്ല. ജിബ്രീൽ വരെ വഴിയിൽ നിന്നു. അപ്പോൾ ജിബ്രീലിൻ്റെ തോള് തട്ടിയിട്ട് റസൂലുള്ളാഹിക്ക് വേദന നൽകും. അങ്ങനെ പോലും ഇല്ല. അവിടെ തിക്കിത്തിരക്കാൻ ആരും ഇല്ലാതെ ഒറ്റക്കല്ലേ ഇയാൾ പോയത്. ഒരു അഹാദിം ഒരു സേവകനും ഇല്ല, ആരും ഇല്ല. പിന്നെ تتلادون كيف فإنه تقاصر عن هذيك الجبروت فسر سرى للسر بالسر وحده فسر അർത്ഥം വെക്കടാ അതിനൊക്കെ. ഫസിറുൻ രഹസ്യം, സെറ നടന്നു, ലിസ്സിരി രഹസ്യത്തിൻ്റെ നേർക്ക്, ബിസ്സിരി രഹസ്യമായിട്ട്, വഹദഹു ഒറ്റക്ക്. രഹസ്യത്തിൻ്റെ നേർത്ത് രഹസ്യത്തിലൂടെ ഒറ്റക്ക് നടന്നു. ഏതാണ് ആ യാത്ര? മെഹറാജ്. രഹസ്യത്തിൻ്റെ നേർക്ക് രഹസ്യത്തിലൂടെ നടന്നു. അവിടെ ഹക്ക് താഴെയും ആ ഹക്ക് താഴെയുടെ ലാഹൂത്തിയായ രഹസ്യവുമല്ലാതെ മറ്റൊന്നുമില്ല. هناك ومسمعي هواه حبيب الله والرسل ما أوتوا فأين أطوى من ذا എന്തൊക്കെ അത്ഭുതങ്ങളാണ് അവിടെ ഞങ്ങളെ നബി കണ്ടത്. മസ്മഈ എന്തൊക്കെ ശ്രവണങ്ങളാണ് കേട്ടത്, എന്തൊക്കെ ശ്രവിക്കേണ്ടതാണ് കേട്ടത്. ഹവാഹു ഹബി അതെല്ലാം ഞങ്ങൾ നബി ഉൾപ്പെടുത്തി പോന്നു. വറുസ്ലുമാ ഊതു ഒരു റസൂലിനും അത് നൽകിയിട്ടില്ല. ഫൈന തുവാ പിന്നെ എവിടെയാണ് എൻ്റെ തുവാമല മിൻദ ഇതിലേക്ക് ഈ ആളിലേക്ക് ചേർത്ത് നോക്കിയാൽ തുവാമലയിൽ ആടിൻ്റെയും കന്നിൻ്റെയും കാട്ടം ചവിട്ടി ഇപ്പോഴും ഈ അടുത്ത കാലത്ത് ഞാൻ നടന്നിട്ടുണ്ട്. ആടും കയ്യും ഒന്നും മേഞ്ഞടക്കുക. പൈസകൾ ഉണ്ടാക്കിക്കൊണ്ടിരാണെങ്കിൽ നമുക്കൊക്കെ പോകാം. നമുക്ക് പോകാറുണ്ട്, നിങ്ങൾ പോകാന്ന് പറഞ്ഞെടുത്തത് എന്നാ ടിക്കറ്റ് നീക്കണ്ട. അള്ളാഹു തആല ഈജിപ്ത് പോയാൽ മതി, ഈജിപ്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ അവിടെ അണ്ടർലൈൻ ചെയ്യണം. ഇപ്പോൾ ഈജിപ്തിൻ്റെ ഭാഗമാണ് സീനായി മരുഭൂമി. ഇപ്പോൾ എന്നത് എപ്പോഴും നിലനിന്നോളണം എന്നില്ല. ഇപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ സീനായി മരുഭൂമി അമേരിക്കൻ താല്പര്യമുള്ള ഒരു വിഭാഗം, ഒരു സയനിസ്റ്റ് വിഭാഗം പിടിച്ചടക്കാതെ ലോകം അവസാനിക്കുകയില്ല. അതൊക്കെ നടക്കും. അത് കഴിഞ്ഞാലേ മഹ്ദി പ്രത്യക്ഷപ്പെടും. അതൊക്കെ ഇനി നടക്കേണ്ടതാണ്. ഇപ്പോൾ സീനായി ഉള്ളത് ആരുടെ കയ്യിലാണ്? ഈജിപ്തിൻ്റെ കയ്യിലാണ്. എന്നാൽ ഈജിപ്തിന് വല്ലാതെ താമസിയാതെ അത് നഷ്ടപ്പെടും. ഒക്കെ നടക്കും, എല്ലാം നടക്കും. തുവാമല ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. ഇത്ര വട്ടം പോയിട്ടുണ്ട് കണക്കില്ല, പലവട്ടം പോയിട്ടുണ്ട്.
ഫൈനത്തുവാ. ഇത് എവിടെ പറഞ്ഞിട്ടായി പറയണത്? ഫസിറുൻ സറാലിസ്സിരി ബിസ്സിരി വഹദഹു ഫമാ തമ്മ ഇല്ലൽ ഹഖ് വസ്സിറു ലാഹൂതു ഫയലക മിൻ മർഹാ ഹുനാക വമസ്മഇ ഹവാഹു ഹബീബുല്ലാഹി വറുസുൽ മാഊതു ഫൈനത്തുവാ. എവിടെയാണ് എൻ്റെ തുവാമല? മിൻദ ഇയാളിലേക്ക് ചേർത്ത് നോക്കിയാൽ മുഹമ്മദ് എന്ന ആശയത്തിൽ മാത്രമാണ് കഅബാലയത്തിന് മാത്രം ഉണ്ടാവുക. അതാണ് കഅബാലയത്തിന് മാത്രം, അതാണ് കഅബയുടെ മാത്രം. എന്താണ് കഅബാലയത്തിലുള്ളത്? ഹുദ. ഇയാളാരാ? ഹുദക്ക് വേണ്ടി അള്ളാഹ് നിശ്ചയിച്ച ആൾ. അതിൽ അനാം ഈ ആൾ. ആ കഅബാലയത്തിൽ ഹുദക്കെതിരായ ശിർക്ക് നൂറ്റാണ്ടുകൾ നടത്തി. അതേ സമയത്ത് ഈ മനുഷ്യൻ വരാനായപ്പോൾ കൊലം മാറ്റി. എന്തുകൊണ്ട്? പിന്നെ അവിടെ നിന്നുണ്ട് അറ്റൻഷനൊക്കെ എല്ലാം പരിസരത്ത് സംസം വെള്ളം 2000 ചില്ലാനം കൊല്ലം സംസം കിണർ എവിടെയാണെന്ന് അബ്ദുൽ മുത്തലിബിന് പോലും അറിയാത്ത വിധത്തിൽ 2000 കൊല്ലം മറഞ്ഞു പോയി. എന്ത്? അറബ് സമൂഹത്തിൻ്റെ എല്ലാ കബീലയെക്കുറിച്ചും ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ആര്? അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിന് സംസം കിണർ എവിടെയെന്ന് അറിയില്ല. അവിടെയാണ് ആര് ജനിച്ചത്? അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബ് സംസം കിണർ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ എത്രത്തോളം അറിഞ്ഞിട്ടുണ്ടാവും? അവസാനിപ്പിക്കണം, ഒറ്റ മിനിറ്റ്. അതേ സമയത്ത് ആ അബ്ദുൽ മുത്തലിബിന് ഒരു കുട്ടി അങ്ങോട്ട് ജനിച്ചപ്പോൾ എന്ത് ചെയ്തു? അള്ളാഹ് സ്വപ്നം കാണിച്ചു കൊടുത്തു. തോണ്ടിക്കള. പിറ്റേന്ന് അവിടെ തന്നെ നടന്നു. തോണ്ട് സംസം കിണർന്നുകൊണ്ട്. അപ്പൊ അബ്ദുൽ മുത്തലിബ് അറിയുന്നത് എവിടെയാണ്? മനസ്സിലായില്ലേ? അപ്പോ എന്ത് ചെയ്തു? 3-ാമത്തെ ദിവസം അവിടെ നടന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ ബാൽ വിഗ്രഹത്തിൻ്റെ അടുത്താണ്. ബാലാരാണെന്ന് നിയോഗ പുസ്തകം പോയി ചാക്കട്ടു. ചാടിക്കളഞ്ഞ പിറ്റേന്ന് മകനെയും കൂട്ടി, ഒറ്റ മകനേ ഉള്ളൂ, കുഴിക്കാൻ വേണ്ടി വന്നപ്പോൾ നാട്ടിൽ തടഞ്ഞു. അപ്പോൾ അബ്ദുൽ മുത്തലിബ് എന്ത് ചെയ്തു? പഠിച്ചോനെ, എനിക്ക് 10 ആൺകുട്ടികളെ തരണം. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇവരോട് നിന്ന് തല്ലണം. ഞങ്ങൾ 10 ആൺകുട്ടികളെ തരികയാണെങ്കിൽ അതിൽ ഞാൻ ആ ആൺകുട്ടികളെ കൂട്ടത്തിലെ ഒരു എന്ത് ചെയ്യും? അതിൽ 10ാമത്തെ ആൺകുട്ടിയെ ഞാൻ എന്ത് ചെയ്യും? അറക്കും. 10ാമത്തെ ആൺകുട്ടിയായിട്ട് ആരും ജനിച്ചു? അബ്ദുള്ളക്ക് പ്രായപൂർത്തിയായി യുവകോവളനായപ്പോൾ അറക്കാൻ അബ്ദുൽ മുത്തലിബ് തീരുമാനിച്ചു. 10ാമത്തവനെ അറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മനുഷ്യനെ അബ്ദുള്ളയെ മറക്കാൻ പറ്റൂല. ഞങ്ങൾ വേറെ എന്ത് മാനാണെങ്കിൽ അബ്ദുള്ളയെ പറ്റൂല ഞങ്ങൾ അമ്മയ്ക്കൂല, വിടൂല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അവസാനം ഒരു ജ്യോത്സ്യനെ സമീപിക്കാൻ പറഞ്ഞു. ജ്യോത്സ്യം പറഞ്ഞു, അങ്ങനെ വാശിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? നിങ്ങൾ അബ്ദുള്ളാനെ ഒട്ടകത്തിനെയും 2 നറുക്കാക്കിയിടി. നറുക്ക് ഇങ്ങനെ കൂട്ടിയിട്ട് ഒട്ടകം നുടി, അബ്ദുള്ള നുടി. ആ നറുക്ക് ഇങ്ങനെ ഇടുക. 10 ഒട്ടകം. അബ്ദുള്ളാനെ ഒഴിവാക്കി തന്നാൽ ഞങ്ങൾ 10 ഒട്ടകം കൊടുക്കാം. അപ്പോൾ അബ്ദുള്ളാനാണ് നമ്പർ വരുന്നതെങ്കിൽ 10 ഒട്ടകം കൂട്ടിക്കളി. അങ്ങനെ നറുക്കിട്ടു. ആളെ മധ്യത്തിൽ കഅബാലയത്തിൻ്റെ പരിസരത്തിൻ്റെ പേർക്കൊരു കൂടിക്കിണർത്താനുണ്ട്. നറുക്കിട്ടപ്പോഴൊക്കെ 10 പൗപ്പത്ത് ഇങ്ങനെ കൂട്ടി. ആദ്യം അബ്ദുള്ളാനെ വിട്ടെന്ന പഠിച്ചോനെ 10 ഒട്ടകം. അപ്പോൾ അബ്ദുള്ളാന്റെ പേര്. 20 ഒട്ടകം അബ്ദുള്ളാന്റെ പേര്. 30 ഒട്ടകം അബ്ദുള്ളാന്റെ പേര്. 40 ഒട്ടകം അബ്ദുള്ളാന്റെ പേര്. 50, 60, 70, 80, 90 അബ്ദുള്ളാന്റെ പേര് തന്നെ. 100. അപ്പം ആരെ പേര് പൊന്തി? ഒട്ടകം. 90 വരെ അബ്ദുള്ള 100 ആണപ്പോൾ ഒട്ടകം. മനസ്സിലായില്ലേ? ഈ അബ്ദുള്ളാനെ അറക്കാൻ കൊണ്ടേടാ. അതാണ് എപ്പോഴും റസൂലുള്ളാഹി പറയുക, അനബ്നു ദബീഹൈൻ, ഞാൻ അറക്കാൻ പിടിച്ച 2 മക്കളുടെ മകനാണ്. ലോകത്ത് അറക്കാൻ നിശ്ചയിക്കപ്പെട്ട 2ആളമാനാണ് ഞാൻ. എൻ്റെ വല്യാപ്പാനെ അറക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്, എൻ്റെ ബാപ്പാനെ അറക്കാൻ നിശ്ചയിച്ചിട്ടുണ്ട്.
മനസ്സിലായില്ലേ? ചിന്തിക്കുക. അല്ലാഹു തആല നമുക്ക് ഇതാണ്, അതൊക്കെ ഹബീബായ മുസ്തഫയാണ്. അവർക്ക് പറ പുണ്യ മുഹമ്മദ് മുസ്തഫ. ആ മുസ്തഫ നബി അല്ലാഹു തആല ലാഹൂത്തി പള്ളിയിലെത്തിച്ചു. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ വലിയ ഞാൻ പറയുന്നത് കഅബക്കാണെങ്കിലും സംസം കിണർ ഇതിനൊക്കെ ഷെറഫുണ്ടായത് ആരെ കൊണ്ടാണ്? റസൂലുള്ളാഹിനെ കൊണ്ടാണ് ഇടുക. അല്ലെങ്കിൽ ഇത് മണ്ണും കല്ലും തന്നെയാണ് എന്ത് വിലയുള്ളത്? ഒരു കൽപ്പിത വിലയാണ്. എന്താണ് ആ കൽപ്പിത വില? മുഹമ്മദിയത്ത്. ആ മുഹമ്മദിയത്തിനെ ബഹുമാനിച്ചില്ലേ മുനാഫിഖീങ്ങൾ? അല്ലാഹു ഓലെ നിന്ദിച്ചില്ലേ? കാഫിറിന്റെ അടിയിലാക്കിയില്ലേ? ഇന്നൽ മുനാഫിഖീന ഫി ദർകിൽ അസ്ഫലി മിനന്നാർ. അവർ മുഹമ്മദ് എന്നാളെ കിട്ടിയിട്ട് ബഹുമാനിച്ചില്ല. അപ്പൊ അവർ അദ്ദർകുൽ അസ്ഫർ കാഫിറിന്റെ അടിയിലാണ്. എന്തുകൊണ്ട്? കിട്ടിയിട്ട് ഒഴിവാക്കി. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അതാണ് ഇതൊക്കെ കാണാതെ പഠിച്ചോളിയടോ. രാവിലെ ആ ചാവിയും കൊണ്ട് പീടി ഉറക്കാൻ വേണ്ടി പോണ സമയത്ത് ഇതൊരു 10 വട്ടം ചൊല്ലിയാൽ അന്നത്തെ ദിവസം ഒരു ബർക്കത്തുണ്ടാവും. ثم سلامه بها يسهل الأرزاق والعيش والقوت بها. ആ സ്വലാത്ത് കൊണ്ട് യസ്ഹുൽ അർസാഖ് റിസ്ക് എളുപ്പമാവും, വൽ ഐഷു ജീവിതവും വൽ ഖൂതു ഭക്ഷണം ഒക്കെ എളുപ്പമാവും. ആര് എൻ്റെ നാവിലുണ്ടെങ്കിൽ സ്വലാത്ത്. അപ്പോൾ തിന്നാൻ കിട്ടാൻ വേണ്ടിയെങ്കിലും എന്ത് എലിക്കോ സ്വലാത്ത് എലിക്കേ.